കുറച്ചു സമയം നിങ്ങളുടെ കണ്ണെ കല്ല് ഇങ്ങോട്ട് തിരിക്കണേ. ഒരു വലിയ മഹാന കഥയാണിത്. എന്റെ കഥയുടെ പേര് ഹബീബിനെന്ത് പറ്റി. ഹബീബിനെന്ത് പറ്റി? അതാ കൗബയുടെ പരിസരത്തിൽ ആൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീരമായ പ്രസംഗം നടത്തുവാൻ പ്രഭാഷകനാണെന്നറിയാമോ? മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിമുകൾ 38 പേര് മാത്രമുള്ള സമയമാണിത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ്. പ്രസംഗം കേട്ട് കലിമൂത്ത ശത്രുക്കളെ ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണിത്തറച്ച് തിരുപ്പറ്റത്ത് ആനടിച്ചു. അടിയോട് പോവുകയും സിദ്ദീഖ് തങ്ങൾ ബോധം ചുറ്റി വീണു. വിശ്വാസത്തിന്റെ വിളിച്ച് ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചു പോയി എന്ന് കഴിഞ്ഞു. കുറ്റവർത്തങ്ങളെ വാരെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. പക്ഷെ വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തന്നു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബിനെ, എന്റെ ഹബീബിനെ വെച്ച് ബേജാറോടെ കുടുംബക്കാർക്ക് അത് എത്ര രസിച്ചു. അവർ പറഞ്ഞു, നീ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, ബാക്കിയൊക്കെ മുന്നോക്കാം. പക്ഷേ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാലത്ത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അവസാനം തങ്ങൾ ദാറുൽ സുരക്ഷിതയോടെ അവർ തങ്ങളെ വാരെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ, അങ്ങക്ക് വല്ലതും പറ്റിയോ? അതായിരുന്നു അപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ ആർക്കും എഴുതി ചേർക്കാൻ കഴിയുന്നില്ല. അതിനുള്ള ഹബീബിന്റെയും മെഹബൂബിന്റെയും ആ ജീവിതം എന്ത് സുന്ദരമായിരുന്നു. നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടപ്പെട്ടു. അവരെ പോലെ നമ്മുടെ ഹബീബിനെ കാണാൻ നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.